പ്രധാനമന്ത്രി ഇനിയും വരട്ടെ. അതുകൊണ്ട് പ്രധാനമന്ത്രി ഇനിയും വരട്ടെ. അതുകൊണ്ട് കേരളത്തിലെ വോട്ടിംഗ് പാറ്റേണിലൊന്നും വ്യത്യാസം വരാൻ പോകുന്നില്ലല്ലോ. കേരളത്തിൽ BJP അപ്രസക്തമാണ്. കാരണം കേരളത്തിൻ്റെ ജനമനസ്സെന്ന് വെച്ചാൽ സെക്കുലറാണ്, മതേതര മനസ്സുള്ളതാണ് കേരളത്തിൻ്റെ മനസ്സ്. ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം BJP നടത്തുന്നത് വിദ്വേഷത്തിൻ്റെ ക്യാമ്പയിനാണ്. ആളുകളിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ, പിന്നെ മതത്തെ രാഷ്ട്രീയമായി കൂട്ടിക്കലർത്താൻ, ആരാധനാലയങ്ങളെ രാഷ്ട്രീയമായി കൂട്ടിക്കലർത്താൻ നടത്തുന്ന ശ്രമങ്ങളാണ്. നമുക്കുള്ളൊരു അഭിമാനം എന്താണ്? കേരളത്തിലെ ജനത പ്രബുദ്ധമായൊരു ജനതയാണ്. അവരത്തരം മതത്തെയും രാഷ്ട്രീയത്തെയും കൂട്ടിക്കലർത്തുന്ന വിദ്വേഷത്തിൻ്റെ ക്യാമ്പയിനൊന്നും സ്വീകരിക്കില്ല. അവരത് വെറുപ്പോടുകൂടി തള്ളിക്കളയും. പിന്നെ അവർക്ക് അവരുടെ പ്രചരണം നടത്താനുള്ള ജനാധിപത്യത്തിലുള്ള സ്വാതന്ത്ര്യത്തെ നമ്മളെന്തിനാണ് തള്ളിപ്പറയണത്? പ്രധാനമന്ത്രി 5 പ്രാവശ്യം വന്നാൽ നമ്മളെന്താ പേടിച്ചകത്ത് കയറിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അവർ ക്യാമ്പയിൻ നടത്തുമ്പോൾ നമ്മൾ അതിനുള്ള കൗണ്ടർ ക്യാമ്പയിൻ നടത്തും. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ക്യാമ്പയിൻ മണിപ്പൂരിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്നതാണ്. നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ പോലും എന്തൊരു ജനാവലിയാണ്. അപ്പോൾ അത് പ്രതീക്ഷയോടുകൂടിയാണ് ആളുകൾ കാണുന്നത്. അത് മതേതരത്വം സംരക്ഷിക്കാൻ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടവും വർഗീയ വിരുദ്ധ പോരാട്ടവും ജനങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഭാരത് ജോഡോ എന്നാണ് പറയുന്നത്, ജനങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വിദ്വേഷത്തിൻ്റെ ക്യാമ്പയിൻ നടക്കുമ്പോൾ അതിൻ്റെ കൗണ്ടർ ക്യാമ്പയിനാണ്, ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻ. അത് ദേശീയ തലത്തിലും കേരളത്തിലും ഞങ്ങളത് നടത്തുക തന്നെ ചെയ്യും. ആരെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചാലും അതിനെ ഞങ്ങൾ ചോദ്യം ചെയ്യും, അതിനൊന്നും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല. പ്രധാനമന്ത്രി തൃശ്ശൂരിൽ വന്ന് മത്സരിച്ചാലും ജയിക്കില്ല എന്ന് ഇന്നലെ PM പ്രതാപൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ലോക്കലായിട്ട് സംസാരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പറയണം. ഞാൻ അതിനെക്കുറിച്ച് കമൻറ്റ് പറയണത് ഞാൻ പറഞ്ഞല്ലോ. അവിടെ അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രി പോയ എല്ലായിടത്തും BJP ജയിക്കണ്ടേ? പ്രധാനമന്ത്രി 540 സീറ്റും പോയാൽ പിന്നെ വേറെ പാർലമെൻറ്റിൽ ആരും ഉണ്ടാവില്ലല്ലോ. എല്ലാ ദിവസവും ടാർഗറ്റ് ഇട്ടിട്ട് എല്ലാ പാർലമെന്റ് മണ്ഡലത്തിലും അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ. അവർ MP-യുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നു. ഞാനതിലൊന്നും കുറ്റപ്പെടുത്തില്ല. അദ്ദേഹം ക്യാമ്പയിൻ ചെയ്യാൻ വരുന്നതിനെയും കുറ്റപ്പെടുത്തില്ല. പക്ഷെ അതുകൊണ്ട് BJP ജയിക്കാം എന്ന് കരുതണ്ട. BJP കേരളത്തിൽ ജയിക്കില്ല. കേരളത്തിലെ ജനങ്ങളിലുള്ള വിശ്വാസമാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ തെരഞ്ഞെടുപ്പിൽ ഒരാൾ ജയിക്കില്ല, ഒരു പാർട്ടി ജയിക്കില്ല എന്നൊന്നും വേറൊരു രാഷ്ട്രീയ നേതാവ് പാർട്ടി കാര്യം പറയാൻ പാടില്ല. ഞാൻ പറഞ്ഞത് ഞാൻ വളരെ ആത്മവിശ്വാസമുള്ള ഒരാളാണ്. കേരളത്തിലെ ജനങ്ങളുടെ മനസ്സാണ് അത്. വർഗീയതയ്ക്കെതിരായി ചിന്തിക്കുന്ന മനസ്സാണ്, മതേതര മനസ്സാണ് കേരളത്തിൻ്റെ. BJP എന്തു വന്ന് ഇവിടെ പറഞ്ഞാലും അവരെന്താണ് ചെയ്യുന്നതെന്ന് കാണുന്നു. ഇപ്പം ഇവിടെ വന്ന് ക്രൈസ്തവരുടെ ഭവനങ്ങളിൽ പോയി കേക്ക് എടുക്കുക, അവിടെ ക്രിസ്ത്യൻ പള്ളികൾ കത്തിക്കുക, ക്രിസ്മസ് ആരാധനാക്രമങ്ങൾ തടസ്സപ്പെടുത്തുക, പാസ്റ്ററിൻ്റെയും പ്രീസ്റ്റിനെയൊക്കെ പിടിച്ച് അകത്തിടുക, മതപരിവർത്തന വിരുദ്ധ നിയമം കൊണ്ടുവന്നിട്ട് ആളുകളെ ജാമ്യമില്ലാത്ത കേസെടുത്ത് ചെയ്യുക, മതസ്ഥാപനങ്ങൾ കത്തിച്ചു കൊടുക്കുക, അവിടെ നോക്കി നിൽക്കുക പോയി കേന്ദ്രഭരണം. അപ്പോൾ ഇതൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഇല്ലേ കേരളത്തിൽ? 250-ലധികം ക്രൈസ്തവ ദേവാലയങ്ങളാണ് കത്തിച്ചു കളഞ്ഞത് മണിപ്പൂരിൽ. മതസ്ഥാപനങ്ങൾ തകർത്ത് തെരിപ്പണാക്കി കളഞ്ഞു. ആ ആളുകൾ ആട്ടിൻ തോലിട്ട ചെന്നായിയായിട്ട് ക്രിസ്തീയ ഭവനങ്ങളിൽ പോയി കേക്ക് കൊടുത്താൽ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കില്ലേ? വേറെ സ്ഥലമൊന്നുമല്ല, കേരളമല്ലേ. ഞാൻ എൻ്റെ ആത്മവിശ്വാസം അതാണ്.